കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് രാഹുലിന്റെ വീട്ടിലെത്തി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. DVR പിടിച്ചെടുത്തു. ഇന്ന് രാവിലെയാണ് പോലീസ് വീട്ടിലെത്തിയത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷം രാഹുൽ വിദേശത്തേക്ക് പോയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സാജു കെ എബ്രഹാം പ്രതികരിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ഈ രാഹുൽ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതിനൊപ്പം പോലീസിന്റെ വീട്ടിലെത്തിയുള്ള പരിശോധനയും രാഹുലിനായുള്ള അന്വേഷണവും ഏത് തരത്തിലുമാണ്? സുരേഷ്, രാഹുൽ വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ അന്വേഷണം ACP സാജു കെ എബ്രഹാം ഏറ്റെടുക്കുന്നത് ഈ കേസ് വലിയൊരു വിവാദമായതിനു ശേഷമാണ്. കാരണം ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയും കുടുംബവും പരാതി നൽകിയ സമയത്ത് SHOയുടെ നേതൃത്വത്തിൽ പന്തീരാങ്കാവ് SHOയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ ഈ പ്രതി വിദേശത്തേക്ക് പോയിരുന്നതിനെ പറ്റി അറിയാൻ വേണ്ടി സാധിക്കില്ല. അതിനുശേഷം 2 ദിവസം മുമ്പാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചത്. ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചതിന് ശേഷം പ്രതി വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ ACP ആയിട്ടുള്ള ഫറൂഖ് ACPയും പ്രത്യേക അന്വേഷണ സംഘ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള സാജു കെ എബ്രഹാം നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനു മുമ്പ്, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഇയാൾ ഏതെങ്കിലും വഴി വിദേശത്തേക്കോ മറ്റെങ്ങോട്ടെങ്കിലോ കടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയില്ല എന്നും അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും 2-3 ദിവസത്തിനകം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും എന്നുമാണ് ACP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് രാവിലെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയുടെ ഈ രാഹുലിന്റെ വീട്ടിലെത്തി അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയും DVR സീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ഇവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അവരുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ ഈ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടക്കുകയാണ്. ആ മാർച്ചുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് അന്വേഷണ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ. അതിനുശേഷം ഈ വീട്ടിലേക്ക് പോവുകയും മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സുരേഷ്, ശരി. കോഴിക്കോട് നിന്നും ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.